അത് നമ്മള് ബാധുക്കാരൊപ്പമുള്ള ഫോട്ടോസ്, അതുപോലെ ബാധുക്കാരൊപ്പമുള്ള സന്ദർഭങ്ങളൊക്കെ ഇക്കനെ ബാധുക്കാരൊപ്പം കണ്ടിട്ടുണ്ടായിരുന്നു പലപ്പോഴും. അപ്പൊ ബാധുക്കായിട്ടുള്ള സൗഹൃദം എങ്ങനെയാണ്, അതായത് ബാധുക്കായിട്ട് സൗഹൃദം എങ്ങനെയാണ് തുടങ്ങുന്നത്? അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇക്കൊന്ന് പറയൂ, ബാധുക്കായിട്ടുള്ള സൗഹൃദത്തിനെ കുറിച്ചിട്ട്. ശരിക്കും ബാദുക്കേനെ ഞാൻ അറിയുന്നത് ഹസ്ബൻഡ്സ് ഗോവ എന്ന് പറഞ്ഞ ആ സിനിമയിൽ ആദ്യമായിട്ട് കാണുന്നത്. അന്ന് ബാദുക്ക ഈ മാനേജറാന്ന് തോന്നുന്നു, എക്സിക്യൂട്ടീവ് മാനേജറായിട്ട് നിൽക്കുന്ന സമയമാണ്. അന്ന് മുതൽ എനിക്ക് ബാദുക്കേനെ അറിയാം, എന്നെ ബാദുക്കക്ക് അറിയില്ല. ഞാൻ അതിനകത്ത് മനോജ് പാലോടൻ്റെ ഫ്രണ്ടായിട്ടാണ് ഞാൻ ആ സിനിമയിൽ അഭിനയം ചാൻസ് ചോദിക്കാൻ വേണ്ടി പോയതാണ്. 2-3 ദിവസമൊക്കെ ആ സിനിമയിൽ ഉണ്ടായിരുന്നു. പിന്നെ അതിനകത്ത് അതിനുശേഷം ഞാൻ സിനിമയായിട്ട് കുറച്ച് അകന്ന്. എൻ്റെ മദറിന് സുഖമില്ലാണ്ടായി ക്യാൻസർ, പിന്നെ ഫാദറിന് സുഖമില്ലാണ്ടായി ക്യാൻസറായിട്ട്. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യത്തിൻ്റെ നമുക്ക് പലതും മാറ്റി വെക്കേണ്ടി വന്നു. നമ്മളെക്കാളും നമുക്ക് വലുത് മാതാപിതാക്കളാണെന്നുള്ള ആ ഒരു ഇതിൽ മാറ്റി വെക്കേണ്ടതാണ്. പിന്നെ രണ്ടാമത് ഞാൻ സിനിമ ശരിക്കും വിട്ടതാണ്. സിനിമ എൻ്റെ ഭാഗമല്ല, എനിക്ക് അത് എൻ്റെ ലൈഫിലില്ല എന്നുള്ളത് ആ ഒരു ഇതിൽ ഞാൻ ഒരു ഡിസപ്പോയിൻ്റായിട്ട്, എന്താ പറയുക, ഒരു നിരാശ തോന്നിയത് കൊണ്ട് ഞാനത് വിട്ട് ഞാൻ സിനിമയിൽ നിന്ന് മാറി നിന്ന് കർട്ടൻ ബിസിനസ്സായിട്ട് പോയിരുന്നു. കർട്ടൻ്റെ ഷോപ്പായിട്ട് ഇങ്ങനെ പോകുന്നൊരു ആളായിരുന്നു. അതിൻ്റെ ഈ സമയത്താണ് കോവിഡ്. നമ്മളെല്ലാവരും ആകെ വിഷമിച്ച ഒരു സമയമായിരുന്നു കോവിഡ് കാലം. കോവിഡ് കാലത്ത് ഞാനും ഭക്ഷണം കൊടുക്കാൻ ഈ എറണാകുളം സിറ്റിയിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്നു ഹിന്ദിക്കാർക്ക്. ഏറ്റവും കൂടുതൽ ഞാൻ ഭക്ഷണം കൊടുത്തിരുന്നത് ഹിന്ദിക്കാർക്കാണ്. പിന്നെ ഈ മലയാളികളായ കാസർഗോട്ടെ മുഴുവൻ ആളുകൾക്കും ഞാൻ തന്നെയാണ് കാസർഗോഡ് അസോസിയേഷൻ ഉണ്ടാക്കിയത്. ഇവിടെ കാസർഗോഡുകാർക്ക് ഒരു കൂട്ടായ്മ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഞാനാണ്, ആ വ്യക്തിയും കൂടിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഞാൻ തെരുവിലൊക്കെ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സിനിമയുടെ ഭാഗമായിട്ട് ബാദുഷയ്ക്കയും പിന്നെ അതുപോലെ മഹാസുബീർക്കയും കൂടി തുടങ്ങുന്നത്. അങ്ങനെ സുബീർക്കായിട്ട് ഞാൻ നല്ല ബന്ധം ഉണ്ടായിരുന്നു. പുള്ളിയുടെ വീട്ടിലൊക്കെ ഞാൻ ആ കർട്ടനൊക്കെ ചെയ്തത്. അങ്ങനെ ബന്ധം ഇരിക്കുന്ന സമയത്താണ് സുബീർക്ക ഇങ്ങനെ ഇത് കൊടുക്കുന്നു പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അതിനൊക്കെ കുറച്ച് ഭക്ഷണം ഞങ്ങളും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അങ്ങനെ ഉണ്ടാവുന്ന ഒരു ബന്ധത്തിലൂടെ കടന്നു വന്ന ഒരു സഹോദര ബന്ധമാണ് ഞാനും ബാദുക്കയും. അപ്പോൾ ഈ ഞാനും ബാദുക്കയും തമ്മിലൊരു ബന്ധം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സഹോദര ബന്ധം തന്നെയാണ്. ഞാൻ അങ്ങനെ കരുതിയിട്ടുണ്ട്. ബാദുക്ക എന്നെയും ഒരു സഹോദരനായിട്ട് തന്നെയാണ് കരുതി. എനിക്ക് വേറെ സഹോദരന്മാരൊന്നുമില്ല, 4 പെങ്ങന്മാരാണ്. അപ്പോൾ ബാദുക്കയാണ് എൻ്റെ സഹോദരൻ. പിന്നെ ഞാൻ ഇപ്പം ഈ പറയും പോലെ സിനിമയിൽ എന്നെ കൊണ്ടുവന്നതും അങ്ങനെ ഞങ്ങൾക്ക് പ്രൊഡക്ഷൻ മാനേജറിലേക്ക് കയറാൻ എനിക്ക് അവസരം തന്നതും ബാദുക്ക തന്നെയാണ് എനിക്ക് സൈൻ ചെയ്തിട്ട് ബാദുക്ക തന്നെയാണ് യൂണിയനിൽ ചേർത്തതൊക്കെ. അപ്പം ഞാനും ബാദുക്കയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നതാണ്. സിനിമ എന്ന് പറയുന്നത് ഈ ബാദുക്ക നമ്മളെ കൊണ്ടുവന്നു എന്ന് വെച്ചിട്ട് ബാദുക്ക തന്നെ നമ്മളെ എല്ലായിടത്തേക്കും സിനിമയിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആക്കി എല്ലാ സിനിമകളും എത്തിക്കുക അങ്ങനെയൊന്നും ഇതില്ല. ബാദുക്ക എന്നൊരു സഹോദരനെ പോലെ ഇന്നും വീട്ടിൽ ഞാൻ 2 വർഷം ബാദുക്കയുടെ കൂടെ തന്നെയായിരുന്നു. ബാദുക്ക എവിടെ പോയാലും എൻ്റെ കട പൂട്ടിയിട്ട് ഞാൻ കർട്ടൻ കട പൂട്ടിയിട്ട് ബാദുക്കയുടെ കൂടെ, ഫാമിലി എവിടെ പോകുന്നു ബാദുക്കയും ഫാമിലി എവിടെ പോകുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നു. ഈ കോവിഡ് കാലത്തെ 2 വർഷം. അപ്പം എവിടെ പോയാലും വയനാട് എവിടെ പോയാലും ആ വണ്ടിയിൽ ഞാനുണ്ടാവും. അങ്ങനെ ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പം സിനിമ എന്ന തലത്തിൽ നോക്കുമ്പോൾ ബാദുക്ക നമുക്കൊരു പിടിവള്ളി തന്നിട്ടുണ്ട്. അത് പിടിച്ച് കയറേണ്ടത് നമ്മുടെ കഴിവും നമ്മുടെ കഴിവിനനുസരിച്ചിട്ട് അങ്ങോട്ട് കയറിപ്പോവാനും പിന്നെ നമ്മൾ എങ്ങനെ നിൽക്കുന്നത് പോലെ എല്ലാ തലത്തിലും ഉണ്ട്. എല്ലാ ബിസിനസ്സിലും നമ്മുടെ ഡീലിങ് പോലെ ആയിരിക്കും നമ്മുടെ പോക്ക്. അപ്പോൾ ഈ പറയും പോലെ ഇപ്പോൾ ബാദുക്ക ആയിരുന്നാലും ബാദുക്കാൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് എനിക്കാരും അങ്ങനെ അവസരം അങ്ങനെയൊന്നും ആരും തന്നിട്ടില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമയിൽ എന്നെ വിളിക്കുന്നുണ്ട്. ബാദുക്കയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് തരാതിരുന്നിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ബാദുക്കയുടെ ആളെന്ന് പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ തന്നിട്ടോ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് കിട്ടുന്നത്. ഞാൻ വർക്ക് ചെയ്യുന്നത് എൻ്റെ സിനിമയുടെ മുമ്പോട്ടുള്ള കൂടുതൽ തലത്തിലേക്ക് എത്താൻ വേണ്ടിയും അതുപോലെ പണം ആണല്ലോ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത്. നമ്മളൊക്കെ ദാരിദ്ര്യരേഖയ്ക്ക് താഴ്ന്ന് ജനിച്ച് വളർന്ന് ഇവിടെ എത്തിപ്പെട്ട ആളാണ്. ഇന്നും കുറേ ബുദ്ധിമുട്ടുകളിലൂടെ ജീവിച്ച് വന്ന ഒരാളാണ്. അപ്പം ബാദുഷയ്ക്ക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ബന്ധമുള്ള ബാദുഷയ്ക്കക്ക് എന്നോടും അങ്ങനെ താല്പര്യമുണ്ടെന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് ബാദുഷയും ബാദുക്കയുടെ കുടുംബം. അതുപോലെ മഞ്ജുമ്മ, ബാദുക്കയുടെ വൈഫ് മഞ്ജുമ്മ, പിള്ളേർ എല്ലാവരും, ഫാമിലി എല്ലാവരും എനിക്ക് ഭയങ്കര ബന്ധമുള്ള ഒരാളാണ്. അവർക്കും എന്നെ അങ്ങനെ തന്നെയാണ്. അപ്പം ഈ പറയുന്നത് സിനിമയിൽ നമ്മൾ അവസരങ്ങൾ നമ്മൾ തന്നെ തേടിപ്പോകണം. അത് ബാദുക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്. എടാ ഞാൻ നിന്നെ ഇവിടം വരെ എത്തിച്ചു, നിനക്കൊരു അവസരം കാണിച്ചു തന്നു, നീ തന്നെ ഇനി ചോദിച്ച് വാങ്ങിക്കണം. ആദ്യമൊക്കെ എനിക്ക് മടിയായിരുന്നു ചോദിക്കും. പിന്നെ ഞാൻ ചോദിച്ചാലേ, മമ്മൂക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, അവസരങ്ങൾ ചോദിച്ചാലേ കിട്ടുള്ളൂ.
അതുകൊണ്ട് ഞാൻ എല്ലാവരോടും ചോദിക്കും എങ്ങനെ എനിക്ക് അഭിനയിക്കാൻ ചാൻസ് ഞാൻ ആരെ കാണുമ്പം ചോദിക്കുമെന്ന് മമ്മൂക്ക ഇന്നും പറയാറുണ്ട്. അപ്പോൾ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നമ്മൾ ഓരോ തലത്തിലും ഇപ്പോൾ എന്തെങ്കിലും ഡ്രസ്സിങ് ആണെങ്കിലും എന്താണെങ്കിലും ഞാനൊക്കെ നോക്കുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്ക എന്ത് ഡ്രസ്സ് ചെയ്യുന്നു, മമ്മൂക്ക എന്താണ് നടക്കുന്നത്, എങ്ങനെ നടക്കുന്നു, മമ്മൂക്ക എങ്ങനെ പോകുന്നത്, മമ്മൂക്ക എന്താണ് ആഗ്രഹിക്കുന്നത്, മമ്മൂക്ക എങ്ങനെയുള്ള മനുഷ്യനാണ്, ആ മനുഷ്യനെ പോലെ ആരാണ് ഞാൻ ആഗ്രഹിക്കാറ്. ഒരു സ്ത്രീ ആയാലും വേദനിപ്പിക്കില്ല, ഒരു മനുഷ്യൻ ആരായാലും വേദനിപ്പിക്കില്ല. എല്ലാവരും കുട്ടികളായാലും ആർക്കൊക്കെ എങ്ങനെ ബഹുമാനം കൊടുക്കണമെന്ന് മലയാള സിനിമയിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് മമ്മൂക്ക. അപ്പോൾ ആ മമ്മൂക്കയാണ് ഞാൻ കണ്ടുപിടിക്കാറ്. അപ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അവസരങ്ങൾ ചോദിക്കുന്നു. എനിക്ക് അഭിനയിക്കാനാണ് ചാൻസ് വേണ്ടത്. എനിക്ക് എന്താണെന്നറിയില്ല, അഭിനയിക്കാൻ ചാൻസ് തരാൻ ആളുകൾക്ക് ഞാൻ ചിലപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ബന്ധങ്ങൾ വെച്ചിട്ടുള്ളതാണ്. എനിക്ക് നല്ല ബന്ധങ്ങളുണ്ട്, ഞാൻ ആ ബന്ധം സൂക്ഷിക്കാറുണ്ട്, നല്ല രീതിയിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ബന്ധങ്ങൾ ഉള്ളതാണ്. അപ്പോൾ ആ ബന്ധങ്ങളിലൂടെ എനിക്ക് എന്തെങ്കിലും നല്ല അവസരങ്ങൾ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിലും ഞാനൊരു എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ കൺട്രോളറൊക്കെ ആയി അങ്ങനെ ജീവിക്കാനും എനിക്ക് താല്പര്യമാണ്. എന്താ പറഞ്ഞാൽ നമ്മളൊന്നും കിട്ടിയില്ലെങ്കിൽ കിട്ടിയ വഴിയിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയാറില്ല. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ 25 വർഷം മുമ്പ് വരുമ്പോഴും നല്ലൊരു ആക്ടർ ആവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിട്ടുള്ളത്. അതാണ് ശരിക്കും. പിന്നെ ടീം ബാദുഷ ലവേഴ്സ് എന്ന ഒരു ഇതുണ്ട്, സംഘടന. അത് ഞാനും ഹമദും കൂടിയാണ് ഉണ്ടാക്കിയത്. ഈ സംഘടന ഇന്നും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ബാദുക്കയുള്ള ഒരു സ്നേഹബന്ധത്തിൻ്റെ ഒരു ഭാഗമാണത്. അല്ലാതെ ഈ ഫാൻസ് അസോസിയേഷൻ എന്നുള്ള രീതിയിൽ ഇപ്പം ഞാൻ പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ ഇവിടെ എറണാകുളത്ത് ആദ്യമായിട്ട് തുടങ്ങുന്നത് ഞാനാണ് ഉണ്ടാക്കി കൊടുത്തത്. പൃഥ്വിരാജിന് ഫാൻസ് ഉണ്ടാക്കിയതും ഇവിടെ. എന്ന് വെച്ചാൽ എൻ്റെ ആഗ്രഹങ്ങൾ അഭിനയമാണ്. ഇന്ന് പൃഥ്വിരാജിൻ്റെ ഫാനായതുകൊണ്ട് ഞാൻ രാജുവിൻ്റെ ഫാനായതുകൊണ്ട് ഞാൻ അഭിനയിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ സിനിമയിൽ വർക്ക് ചെയ്യാൻ പാടില്ല എന്നൊന്നും അങ്ങനെ നിയമമൊന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ആഗ്രഹമുണ്ട്, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്. ഞാനിപ്പോൾ ടീം ബാദുഷ ലവേഴ്സിൻ്റെ ആളായതുകൊണ്ട് എനിക്ക് അതുമായിട്ട് ഞാൻ ചാരിറ്റി പ്രവർത്തനം, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മളെ ഫാൻസ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ എനിക്ക് പൃഥ്വിരാജിനെ മമ്മൂക്കയെ ഫാനായിരുന്നു. പക്ഷേ രാജുവിനും കൂടെ എൻ്റെ ആ മമ്മൂക്കയുടെ ഒരു ഫാനായിട്ട് ഒരു സിനിമ വന്ന ആ സിനിമ മുതൽ രാജുവിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ഞാൻ വെള്ളിയാഴ്ചത്തിൽ രാജുവിനെ കുറിച്ച് ഒരു ചെറിയൊരു ഇത് എഴുതിയിട്ടുണ്ടായിരുന്നു. അതുമുതൽ രാജുവിൻ്റെ ആയിട്ടുള്ള ബന്ധങ്ങൾ നല്ല ഉണ്ട്. 1 വർഷത്തോളം ഞാൻ രാജുവിന് നല്ല ബന്ധമുണ്ടായിരുന്നു. പിന്നെ ബന്ധങ്ങളൊക്കെ പോകാൻ ചില ഈ ഇടയിലുള്ള കുറേ ആളുകളുമായിട്ടുള്ള ഡീലിങ് ആയിരിക്കണം നമ്മളെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ ബന്ധങ്ങളൊക്കെ പോയത്. ഇന്നും ഞാൻ ഈ പറയും പോലെ ഫാൻസ് എന്ന് പറയുന്നതിൽ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കാനെന്നുള്ളതൊന്നുമല്ല. ഫാൻസ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളവരെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് വെച്ചിട്ട് നമ്മളെ ആഗ്രഹങ്ങൾ ഒരിക്കലും മാറ്റി വെക്കാൻ നമുക്ക് ഒന്നും ആവുന്ന ഒരാളല്ല, ആവരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.